പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. മാർ ബസേലിയോസ് പിതാവിൻ്റെ അനുസ്മരണ നിലനിർത്തുന്ന പ്രത്യേക ദിനം. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ എല്ലാ ദിവസവും എല്ലാവരും മനസ്സിൽ കാക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാർ ബസേലിയോസ് പിതാവ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളെപ്പോലുള്ള അനേക വൈദികർക്ക് പട്ടം നൽകി അല്ലെങ്കിൽ കൈവപ്പ് നൽകി അഭിഷിക്തരാക്കി എടുത്തതാണ്. ഞാൻ അല്പം വഴിമാറിപ്പോയി അതെൻ്റെ പിഴ, എൻ്റെ തെറ്റ്, ഞാൻ സമ്മതിക്കുന്നു. മാർ ബസേലിയോസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം മാർ ഇവാനിയോസ് പിതാവിന് ശേഷം മാർ ഗ്രിഗോറിയോസ് പിതാവ്, മാർ ബസേലിയോസ് പിതാവ്, മാർ തെയോഫിലോസ് പിതാവ്, രൂപതകളെല്ലാം തുല്യമാണ്. തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ല രൂപതയും ഒരേ സമയത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് രൂപതകൾ തമ്മിലുള്ള വ്യത്യാസമല്ല. ഏത് രൂപത എടുത്താലും, അത് മൂവാറ്റുപുഴയാണെങ്കിലും ബത്തേരി ആണെങ്കിലും നെയ്യാറ്റിൻകരയാണെങ്കിലും ബാഹ്യ കേരളമാണെങ്കിലും എല്ലാം ഒരേ സ്റ്റാറ്റസ് കോയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അത് ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ സത്യമാണ്. മാർ ബസേലിയോസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം, സിറിൽ മാർ ബസേലിയോസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ ആഴമായ ദൈവശാസ്ത്ര അവബോധം ഇത് മനസ്സിലാക്കണമെങ്കിൽ, പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ടെക്നോളജി എത്രയുണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഇന്ന് ലൈവായിട്ട് കിടന്നാണ്. അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര അവബോധം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോളജിയെക്കുറിച്ച് ചോദിച്ചാൽ, പക്ഷേ ചേടിത്തച്ഛനൊക്കെ മരിച്ചുപോയി എങ്കിലും ചേടിത്തച്ഛനൊക്കെ ക്രിസ്റ്റോളജിയുടെയും സഭാപിതാക്കന്മാരുടെയൊക്കെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ച വ്യക്തികളാണ്. അതായത് ക്രിസ്റ്റോളജിയെക്കുറിച്ച് ചോദിച്ചാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ദൈവജ്ഞാനം അത് വളരെ ആഴമായിട്ട് പിതാവിനുണ്ടായിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് ചോദിച്ചോ അത് ചോദിക്കുന്നതിനുള്ള ഉത്തരം, അല്ലെങ്കിൽ നമ്മുടെ സംശയ നിവാരണത്തിന് ഉചിതമായ വിശദീകരണം അദ്ദേഹം നൽകുമായിരുന്നു. ഇനിയും ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ എസ്കറ്റോളജിയെക്കുറിച്ച് ചോദിച്ചാൽ, ന്യൂമറ്റോളജിയാണോ മറ്റേത്, എസ്കറ്റോളജിയെക്കുറിച്ച് ചോദിച്ചാൽ, എക്ലീസിയോളജിയെക്കുറിച്ച് ചോദിച്ചാൽ, എന്നുവെച്ചാൽ സഭാവിജ്ഞാനത്തെക്കുറിച്ച് ചോദിച്ചാൽ, ഒരുപക്ഷെ അച്ഛന്മാർക്ക് എൻ്റെ ഭാഷ പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കാം. അല്ലാത്തവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് ന്യൂമറ്റോളജി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതാണ്, എസ്കറ്റോളജി മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതാണ്, ക്രിസ്റ്റോളജി ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ്, അങ്ങനെ എക്ലീസിയോളജി സഭാവിജ്ഞാനിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ ഗഹനമായിട്ട് പറയാൻ സാധിക്കുന്ന വ്യക്തിയായിരുന്നു മാർ ബസേലിയോസ് പിതാവ്. സിറിൽ മാർ ബസേലിയോസ് പിതാവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഭാവീക്ഷണം എപ്പോഴും ദൈവ കേന്ദ്രീകൃതമാണ്. ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി വിളിക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു. അതായത് ദൈവ കേന്ദ്രീകൃത സ്നേഹത്തിലെ മനുഷ്യത്വം ഹൃദയത്തിലും രക്തത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എഴുത്തിലും ചെലുത്തിയ ആളാണ് അദ്ദേഹം. ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം മാർ ഇവാനിയോസ് പിതാവ് മലങ്കര സഭയുടെ ഫൗണ്ടേഷനായി, അല്ലെങ്കിൽ തെയോഫിലോസ് പിതാവ് ഫൗണ്ടേഷനായി, അതോടൊപ്പം തന്നെ ഞാൻ മറ്റ് ജോണച്ചനെയോ ക്ലീലേത്ത് ചാക്കയോ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അലക്സാണ്ടർ ഷമ്മാസിനെ ഒന്നും കളഞ്ഞിട്ടല്ല ഞാനീ പറയുന്നത്. അവരൊക്കെ തന്നേക്കുന്ന ഫൗണ്ടേഷൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഫൗണ്ടേഷൻ. അതിനുശേഷം മാർ ഗ്രിഗോറിയോസ് പിതാവ് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വളരെ വൈഡായിട്ടൊരു മാനം നൽകി, സാമൂഹിക മാനം. ഈ സാമൂഹിക മാനം വളരെ ശക്തമായിട്ട്, എന്നുവെച്ചാൽ അന്ന് മാർ ഗ്രിഗോറിയോസ് പിതാവ് പറഞ്ഞാൽ പൂന്തുറ കലാപമൊക്കെ അറിയാം നമുക്ക്. ആ പൂന്തുറയിലൊക്കെ മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ആ വെളുത്ത താടിയായിട്ട് ഇറങ്ങി വന്ന് ചിരിച്ച് സുസ്മേരവദനായിട്ട് നിൽക്കുമ്പം രാഷ്ട്രീയക്കാർക്ക് ഇറങ്ങാൻ സാധിക്കാത്തടത്ത് ഒറ്റ വാക്കിൽ അവിടുത്തെ കലാപം നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ദർശനം. മാർ ഗ്രിഗോറിയോസ് പിതാവ് എത്ര പാതിരാത്രി വന്നാലും ഇന്നത്തെ അരമനയുടെ തിരുസന്നിധി എന്ന് പറയപ്പെടുന്ന അരമനയുടെ ചാപ്പലിൽ കയറി രാത്രി നിന്ന് കൈവരിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്കൊക്കെ അവിടെ നിന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഞാൻ മാർ ബസേലിയോസ് പിതാവിലേക്ക് തിരിച്ചു വരുന്നു. മാർ ബസേലിയോസ് പിതാവിൻ്റെ വൈദികരെ, സിസ്റ്റേഴ്സിനെ, അൽമായരെ ചേർത്ത് നിർത്താനുള്ള ഒരു പാഠവും ഒരു കഴിവ്, ഒരു വൈദികരിൽ സന്തോഷമുണ്ടായാലും ഒരു വൈദികരിൽ തെറ്റുണ്ടായാലും ആ തെറ്റിനെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ വെച്ച് ആ വൈദികനെ ഒരിക്കലും പിതാവ് കുറ്റപ്പെടുത്തത്തില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഓഫീസിൽ വെച്ചല്ല, വ്യക്തി റൂമിൽ വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കും. ഇതെന്താണ്,
അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശൈലിയുണ്ട്. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ചോദിക്കുന്ന ഒരു പിതാവായിരുന്നു. എന്നുവെച്ചാൽ വ്യക്തിബന്ധം, ഒരു വൈദികനെയും ഉപദ്രവിക്കാനോ ഒരു സിസ്റ്ററിനെയും മാറ്റി നിർത്താനോ ഒരു അൽമായൻ പരാതിയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കുത്തിയിരുന്ന് കേൾക്കും. എനിക്കറിയാം, ചെറ്റക്കുളത്ത് ഞായിരുന്ന സമയത്ത് എനിക്ക് ട്രാൻസ്ഫർ വന്നപ്പോൾ അവിടുത്തെ RSSകാരവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനെ ഇപ്പോൾ മാറ്റണ്ടെന്ന്. RSSകാരാണ് പറഞ്ഞു. അപ്പോഴവർ RSSകാരെന്ന് പറയും, അവർക്ക് ഈ പിതാക്കന്മാരോട് എങ്ങനെ ഇടപെടണമെന്നില്ല. RSSകാരൻ്റെ ഒക്കെ വന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ കാവി എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ ഇരിക്കുന്ന കാവി ഇട്ടുണ്ട് ഒരു സന്യാസി. ഞങ്ങളാ സന്യാസിയോട് ഞങ്ങൾക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞു, പക്ഷെ ഞങ്ങളെ പുറത്ത് നിർത്തിയില്ല, ഞങ്ങളെല്ലാം വിളിച്ച് അകത്തിരുത്തിയിട്ടാണ് സംസാരിച്ചത്. അതാണ് മാർ ബസേലിയോസ് പിതാവിൻ്റെ സാമൂഹികമായിട്ടുള്ള സഭാദർശനം. അതേ ഞാൻ പറഞ്ഞ്, ദൈവത്വത്തിൽ ഊന്നിയുള്ള മനുഷ്യത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇനിയും അദ്ദേഹത്തിൻ്റെ വീക്ഷണം ഇന്നും മലങ്കര കത്തോലിക്ക സഭയിൽ ശക്തമായി നിൽക്കുന്നു.